പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ ടെക് ലോകത്ത് വലിയ വെല്ലുവിളിയാവുകയാണ് ഇറാന്റെ ഒരു ഭീഷണി. ആഗോള ടെക് കമ്പനികളെ നശിപ്പിക്കുക എന്നതാണ് ഇറാന്റെ പുതിയ ലക്ഷ്യം. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ, ഇന്റൽ, ബോയിങ് തുടങ്ങിയ വൻകിട അമേരിക്കൻ കമ്പനികൾക്കെതിരെ മുന്നറിയിപ്പുമായി ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും രംഗത്തെത്തിയിട്ടുണ്ട്. യുഎസും ഇസ്രയേലും നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായി ഈ കമ്പനികളെ ലക്ഷ്യങ്ങളായി പരിഗണിക്കുമെന്നാണ് IRGC പറഞ്ഞിരിക്കുന്നത്. അതേസമയം യുദ്ധം മുറുകിയതോടെ ഗൾഫ് മേഖലയിലും US കമ്പനികളുടെ നിക്ഷേപം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയുമുണ്ട്. ഈ മാസം ആദ്യം UAE ആമസോൺ വെബ് സർവീസസിന്റെ ഡാറ്റാ സെന്ററുകളിൽ ഡ്രോണുകൾ പതിച്ചതായി കമ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഒറാക്കിളും തകർത്തതായാണ് ഇറാൻ പറയുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നാഡിമിടിപ്പായി ഗൾഫ് മേഖല മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ച ഗൾഫ് രാജ്യങ്ങളെ ആഗോള നിക്ഷേപകരുടെ പ്രിയപ്പെട്ട കേന്ദ്രമാക്കി മാറ്റിയിട്ടുമുണ്ട്. മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഗൂഗിൾ തുടങ്ങിയ ഭീമൻ കമ്പനികൾ തങ്ങളുടെ അത്യാധുനിക ഡാറ്റാ സെന്ററുകൾ ബഹ്റൈനിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും സ്ഥാപിക്കുന്നത് വെറുതെയല്ല. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, സുസ്ഥിരമായ ഭരണകൂടങ്ങൾ, കുറഞ്ഞ ലേറ്റൻസിയിലുള്ള സേവനങ്ങൾ എന്നിവ ഗൾഫിനെ സമാനതകളില്ലാത്ത ഒരു സാങ്കേതിക താവളമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മുന്നേറ്റങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന പുതിയ തരം സുരക്ഷാ വെല്ലുവിളികൾ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഡിജിറ്റൽ മേഖലയുടെ പതനം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ മറ്റു രാജ്യങ്ങളുടെ ഡാറ്റാ സെന്ററുകളും വെബ് സർവീസുകളും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് എന്ന സംശയം ഉയരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നോക്കാം വിശദമായി ടെക് ടോക്കിലൂടെ. സംഘർഷം മുന്നോട്ട് പോകുന്നത് മേഖലയിലെ അത്യാധുനിക ഡാറ്റാ സെന്ററുകളുടെയും IT ഇൻഫ്രാസ്ട്രക്ചറിന്റെയും സുരക്ഷ ഭീഷണിയിലാക്കുകയാണ്. യുഎസും ഇസ്രയേലും നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായി ഈ കമ്പനികളെ ലക്ഷ്യങ്ങളാക്കി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ IRGC പറയുന്നത്. വെല്ലുവിളി നേരിടുന്ന ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉടൻ തന്നെ അവരുടെ ജോലി സ്ഥലങ്ങൾ വിട്ടുപോകണമെന്ന് IRGC മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിനും അമേരിക്കൻ IT കമ്പനികളും AI കമ്പനികളുമൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് IRGC പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാനിൽ നടത്തുന്ന ഓരോ ഭീകരവാദ പ്രവർത്തനത്തിനും പകരമായിക്കൊണ്ട് ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ആക്രമിക്കപ്പെടുമെന്നാണ് IRGC പ്രഖ്യാപിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ, ഇന്റൽ, ബോയിങ് തുടങ്ങിയ വൻകിട അമേരിക്കൻ കമ്പനികൾക്കെതിരെ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകുകയാണ്. യുഎസും ഇസ്രയേലും നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായി ഈ കമ്പനികളെ ലക്ഷ്യങ്ങളാക്കി പരിഗണിക്കുമെന്നാണ് IRGC പറയുന്നത്. യുദ്ധം മുറുകിയതോടെ ഗൾഫ് മേഖലയിലെ US കമ്പനികളുടെ നിക്ഷേപം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയും ഒപ്പം ഉയരുകയാണ്. ഈ മാസം ആദ്യം UAE ആമസോൺ വെബ് സർവീസസിന്റെ ഡാറ്റാ സെന്ററുകളിൽ ഡ്രോൺ പതിച്ചതായി കമ്പനി സ്ഥിരീകരിച്ചിരുന്നു. സംഘർഷം മുന്നോട്ട് പോകുന്നത് മേഖലയിലെ അത്യാധുനിക ഡാറ്റാ സെന്ററുകളുടെയും IT ഇൻഫ്രാസ്ട്രക്ചറിന്റെയും സുരക്ഷ ഭീഷണിയിലാക്കുകയുമാണ്. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പദ്ധതികൾക്കായി ഈ മേഖലയിൽ US കമ്പനികൾ ഇതിനകം തന്നെ കോടികളാണ് മുടക്കിയിട്ടുള്ളത്. ഈ ആശങ്കകൾ വർദ്ധിച്ചതുകൊണ്ടാണ് ഇപ്പോൾ US ടെക് കമ്പനികളെ ലക്ഷ്യമാക്കി തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചത്. ഹോർമസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഈ മേഖലയിലെ സമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകളെ ഇറാൻ ലക്ഷ്യമിടുമെന്ന ആശങ്കയും ശക്തമാണ്. IT കമ്പനികളുടെ സഹായത്തോടെയാണ് അമേരിക്ക ചാരപ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്തുന്നതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്ന US സ്ഥാപനങ്ങളാണ് ഇറാന്റെ അടുത്ത ലക്ഷ്യമെന്നും IRGC പറയുന്നുണ്ട്. ഇറാനിയൻ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിൽ നടക്കുന്ന ഓരോ ഭീകര പ്രവർത്തനത്തിനും പകരമായി ഏപ്രിൽ 1 ബുധനാഴ്ച ടെഹ്റാനിൽ സമയം രാത്രി 8 മണി മുതൽ തന്നെ ഈ കമ്പനികളുടെ യൂണിറ്റുകൾക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ് IRGC അറിയിച്ചത്. ഈ സ്ഥാപനങ്ങളിലെയൊക്കെ ജീവനക്കാർക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉടൻ തന്നെ അവരുടെ ജോലി സ്ഥലങ്ങൾ വിട്ടുപോകണമെന്ന് IRGC നിർദ്ദേശവും നൽകിയിരുന്നു. സൈനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി അമേരിക്ക ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അഥവാ ICT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയെ വളരെയധികം തന്നെ ആശ്രയിച്ചിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല, മറിച്ച് സാധ്യതയുള്ള ഭീഷണികളെ തിരിച്ചറിയുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും ഉപഗ്രഹ ഇമേജറി, നിരീക്ഷണ ഡ്രോണുകൾ, സിഗ്നൽ ഇന്റലിജൻസ്, തത്സമയ ഡാറ്റ വിശകലനം എന്നിവ സംയോജിപ്പിക്കുന്ന ഇന്റലിജൻസ് ശൃംഖലയുടെ ഒരു ഭാഗമാണ്.
സിസ്റ്റത്തിന്റെ കാതൽ ഡാറ്റയാണ്. US ഏജൻസികൾ ഉപഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തിയ ആശയവിനിമയങ്ങൾ, രഹസ്യാന്വേഷണ വിമാനങ്ങൾ എന്നിവയിലൂടെ വലിയ അളവിൽ തന്നെ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ കഴിയും. ടെക് കമ്പനികളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, പലപ്പോഴും പരോക്ഷമാണെങ്കിൽ പോലും. പലതും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, മാപ്പിംഗ് ടൂളുകൾ അല്ലെങ്കിൽ പ്രതിരോധ ആവശ്യങ്ങൾക്കായി പൊരുത്തപ്പെടുത്താൻ കഴിയുന്ന AI കഴിവുകൾ എന്നിവയൊക്കെ നൽകുന്നുമുണ്ട്. മറ്റൊരു പ്രധാന ഘടകം കൃത്യമായ ടാർഗറ്റിംഗ് ആണ്. ഒരു ലക്ഷ്യം തിരിച്ചറിയുന്നതിനും അതിൽ പ്രവർത്തിക്കുന്നതിനും ഇടയിലുള്ള സമയം കുറയ്ക്കാൻ AI സഹായത്തോടെയുള്ള സംവിധാനങ്ങൾ സഹായിക്കും. ചില സന്ദർഭങ്ങളിൽ പെരുമാറ്റം, ലൊക്കേഷൻ, ഡാറ്റ അല്ലെങ്കിൽ ആശയവിനിമയ ലിങ്കുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഫ്ലാഗ് ചെയ്യാൻ അൽഗോരിതങ്ങൾക്ക് സാധിക്കും. ഇത് തീരുമാനമെടുക്കുന്ന വേഗതയിലും കൂടുതൽ ടാർഗറ്റഡ് സ്ട്രൈക്കുകൾ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുമുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നാഡിമിടിപ്പായി ഗൾഫ് മേഖല മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൃത്രിമ ബുദ്ധി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതിവേഗ ആശയവിനിമയ ശൃംഖലകൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പുത്തൻ ഡിജിറ്റൽ സാമ്രാജ്യം മണൽക്കാറ്റുകളെ അതിജീവിച്ചുകൊണ്ട് അവിടെ പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ട്. എണ്ണപ്പാടങ്ങൾക്കപ്പുറം ലോകത്തിന്റെ ഡാറ്റ ബാങ്കായി ഗൾഫ് രാജ്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനാകുന്നത്. സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ച ഗൾഫ് രാജ്യങ്ങളെ ആഗോള നിക്ഷേപകരുടെ പ്രിയപ്പെട്ട കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഗൂഗിൾ തുടങ്ങിയ ഭീമൻ കമ്പനികൾ തങ്ങളുടെ അത്യാധുനിക ഡാറ്റാ സെന്ററുകൾ ബഹ്റൈനിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും സ്ഥാപിക്കുന്നത് ഗൾഫിനെ സമാനതകളില്ലാത്തൊരു സാങ്കേതിക താവളമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ താവളങ്ങൾ ഇന്ന് ഭീഷണിയിലാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ഗൾഫ് രാജ്യങ്ങളെ ആഗോള നിക്ഷേപകരുടെ ഒരു പ്രിയപ്പെട്ട കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റും ആമസോണും ഗൂഗിളുമൊക്കെ തങ്ങളുടെ അത്യാധുനിക ഡാറ്റാ സെന്ററുകൾ ബഹ്റൈനിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ഒക്കെ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും സുസ്ഥിരമായ ഭരണകൂടങ്ങളും കുറഞ്ഞ ലേറ്റൻസിയിലുള്ള സേവനങ്ങളുമൊക്കെ ഗൾഫിനെ ഇപ്പോൾ സമാനതകളില്ലാത്ത ഒരു സാങ്കേതിക താവളമാക്കി തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നാഡിമിടിപ്പായാണ് ഇപ്പോൾ ഗൾഫ് മേഖല മാറിക്കൊണ്ടിരിക്കുന്നത്. കൃത്രിമ ബുദ്ധിയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും അതിവേഗ ആശയവിനിമയ ശൃംഖലകളുമൊക്കെ ഇതിലൊക്കെ അധിഷ്ഠിതമായ ഒരു പുത്തൻ ഡിജിറ്റൽ സാമ്രാജ്യം ഈ മണൽക്കാറ്റുകളെ അതിജീവിച്ചുകൊണ്ട് പടുത്തുയർത്തപ്പെട്ടിട്ടുമുണ്ട്. എന്നിരുന്നാലും ഈ മുന്നേറ്റങ്ങൾക്കിടയിലുമൊക്കെ ഉയർന്നു വരുന്ന പുതിയ തരം സുരക്ഷാ വെല്ലുവിളികൾ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഗൾഫിലെ വാണിജ്യ ഡാറ്റാ സെന്ററുകൾക്കും സാങ്കേതിക ആസ്തികൾക്കും നേരെ നടന്ന ആക്രമണങ്ങൾ ഈ മേഖലയുടെ സുരക്ഷാ മുൻഗണനകളെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ ലോകത്തെ ചലിപ്പിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ ഭൗതികമായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് ഒരു പുതിയ യുദ്ധതന്ത്രത്തിന്റെ സൂചനയായി വേണം കാണാനും. മാർച്ച് 1 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 2 ആമസോൺ വെബ് സർവീസസ് കേന്ദ്രങ്ങളിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങളാണ് ഈ സംഭവ വികാസങ്ങളുടെയൊക്കെ തുടക്കം. അതേ ദിവസം തന്നെ ബഹ്റൈനിലെ മറ്റൊരു വാണിജ്യ ഡാറ്റാ സെന്ററും ആക്രമിക്കപ്പെട്ടിരുന്നു. ചരിത്രപരമായി സൈബർ ആക്രമണങ്ങൾക്ക് മാത്രം വിധേയമായിരുന്ന ഡാറ്റാ സെന്ററുകൾക്ക് ഇപ്പോൾ അതിനു നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഭൗതികമായ നാശനഷ്ടങ്ങൾ വരുത്തുന്നതും വലിയ ആശങ്കയ്ക്കാണ് കാരണമായിരിക്കുന്നത്. ബഹ്റൈനിലെ ആഭ്യന്തര മന്ത്രാലയം ഈ ആക്രമണങ്ങളെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തം അണയ്ക്കാൻ സിവിൽ ഡിഫൻസ് ടീമുകളെ വിന്യസിക്കേണ്ടിയും വന്നു. ആക്രമണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആഗോള ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഭൗതികമായി ഭീഷണി നേരിടുന്നുവെന്ന് ഈ സംഭവങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നുമുണ്ട്. ഡാറ്റാ സെന്ററുകൾ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കപ്പെട്ടാൽ പ്രധാന കാരണം അവയുടെ വർദ്ധിച്ചു വരുന്ന തന്ത്രപ്രധാനമായ പ്രാധാന്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് സ്ട്രീമിംഗ് സേവനങ്ങൾ മുതൽ നിർണായകമായ സർക്കാർ പ്രവർത്തനങ്ങൾ വരെ ഈ സെന്ററുകളെയാണ് ആശ്രയിക്കുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ നട്ടെല്ലായ ഇത്തരം സേവനങ്ങൾക്ക്, അതായത് സംവിധാനങ്ങൾക്ക് നേരിടുന്ന ചെറിയൊരു തടസ്സം പോലും വലിയ സാമ്പത്തിക ഭരണ പ്രതിസന്ധികൾക്ക് വഴിമാറുന്നുമുണ്ട്. ആധുനിക സൈനിക ആസൂത്രണങ്ങളിൽ കൃത്രിമ ബുദ്ധി ഉൾപ്പെടുത്തിയത് ഇത്തരം കേന്ദ്രങ്ങളുടെ മൂല്യമാണ് വർദ്ധിപ്പിച്ചത്. പലപ്പോഴും സൈനിക ആവശ്യങ്ങൾക്കായുള്ള ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത് യുദ്ധകളങ്ങളിൽ നിന്ന് അകലെ സുരക്ഷിതമായ വാണിജ്യ ക്ലൗഡ് പരിസ്ഥിതികളിലാണ്. ഇത് ഇത്തരം കേന്ദ്രങ്ങളെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളാക്കി മാറ്റാനും കാരണമാക്കുന്നുണ്ട്. അതേസമയം ഗൾഫിലെ ഡാറ്റാ സെന്ററുകൾക്ക് നേരെയുള്ള നീക്കങ്ങൾ മേഖലയിലെ സാമ്പത്തിക ശൃംഖലകളെ തകർക്കാനുള്ള ശ്രമമായാണ് നിരീക്ഷകർ കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി സഹകരിക്കുന്ന ആഗോള സാങ്കേതിക കമ്പനികളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ മേഖലയിലെ ബിസിനസ് താൽപ്പര്യങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ IRGC പുറപ്പെടുവിച്ച ചില പ്രസ്താവനകൾ ഗൗരവമേറിയതുമാണ്. ഗൾഫിൽ പ്രവർത്തിക്കുന്ന 10ഓളം അമേരിക്കൻ കമ്പനികളെ തങ്ങളുടെ ലക്ഷ്യങ്ങളായാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്.
സാങ്കേതിക സ്ഥാപനങ്ങൾക്കൊപ്പം എയ്റോസ്പേസ്, ഫിനാൻസ് മേഖലകളിലെ കമ്പനികളെയും ഈ ഭീഷണി നേരിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. വാണിജ്യ ഡാറ്റാ സെന്ററുകളുടെ ഘടന അവയെ ആക്രമണങ്ങൾക്ക് കൂടുതൽ വിധേയമാക്കുന്നുമുണ്ട്. കാര്യക്ഷമതയ്ക്കും സേവന ലഭ്യതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ സൈനിക ഇൻസ്റ്റാളേഷനുകൾക്കുള്ളതുപോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതിനാൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ഇവയെ സംരക്ഷിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഈ വെല്ലുവിളികൾക്കിടയിലും ഗൾഫ് മേഖലയിലെ ഡിജിറ്റൽ പരിവർത്തനം പൂർവാധികം ശക്തിയോടെ തന്നെ തുടരുന്നുമുണ്ട്. ബാങ്കിംഗ്, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങി മേഖലകളെല്ലാം തന്നെ ക്ലൗഡ് സംവിധാനങ്ങളിലേക്ക് മാറിയതിനാൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഓരോരോ രാജ്യങ്ങളുടെ പരമപ്രധാനമായ ദൗത്യമായി തന്നെ മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങളെ നേരിടാൻ സാങ്കേതിക കമ്പനികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ബാക്കപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഒപ്പം ഭൂമിശാസ്ത്രപരമായി വിവിധയിടങ്ങളിൽ ഡാറ്റ വിന്യസിക്കുന്ന ഹൈബ്രിഡ് മോഡലുകൾ കമ്പനികൾ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇതൊരു പരിധിവരേക്കും തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നതാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സാങ്കേതിക സഖ്യത്തിന്റെ പ്രതീകങ്ങൾ തകർക്കാൻ ഇറാൻ പേർഷ്യൻ ഗൾഫിലെ ഡാറ്റാ സെന്ററുകൾ ബോംബിട്ട് തകർക്കുകയുമാണ്. ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ കെട്ടിടങ്ങളിലൊന്നായ ഇവ പുനർനിർമ്മിക്കാൻ വളരെ ചിലവേറിയതായിരിക്കുമെന്നതിന് ഒരു അധിക കാരണം കൂടിയുണ്ട്. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ സായുധ സേന ഒരു വാണിജ്യ ഡാറ്റാ സെന്ററിനെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നത് ഇതാദ്യമായാണ്. ഇറാനിയൻ ഷഹദ് 136 ഡ്രോൺ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ആമസോൺ വെബ് സർവീസസ് ഡാറ്റാ സെന്ററിൽ ഇടിച്ചുകയറി വിനാശകരമായ തീപിടുത്തമുണ്ടാക്കുകയും വൈദ്യുതി വിതരണം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിരുന്നത്. ഏകോപിത പണിമുടക്ക് ഉടനടി സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. ദുബായിലെയും അബുദാബിയിലെയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കഴിഞ്ഞ ദിവസം ടാക്സിന് പണം നൽകാനോ ഭക്ഷണ വിതരണത്തിന് ഓർഡർ ചെയ്യാനോ മൊബൈൽ ആപ്പുകളിൽ ബാങ്ക് ബാലൻസ് പരിശോധിക്കാനോ പോലും കഴിഞ്ഞിരുന്നില്ല. സൈനിക പ്രത്യാഘാതം ഉണ്ടായോ എന്ന് വ്യക്തമല്ല. എന്നാലും ആക്രമണങ്ങൾ UAEയിലെ 11 ദശലക്ഷം ആളുകളുടെ ജീവിതത്തിലേക്ക് നേരിട്ട് യുദ്ധത്തെ കൊണ്ടുവന്നു. അവരിൽ 10 പേരിൽ 9 പേർ വിദേശ പൗരന്മാരായിരുന്നു. ആമസോൺ തങ്ങളുടെ ക്ലയന്റുകളെ അവരുടെ ഡാറ്റ മേഖലയിൽ നിന്ന് മാറ്റി സൂക്ഷിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതിനിടയിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടപടിയുമായി ടെക് കമ്പനിയായ ഒറാക്കിളും രംഗത്തെത്തിയിരുന്നു. ലോകമെമ്പാടുമുള്ള 30,000-ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത്. കമ്പനിയുടെ ഇന്ത്യയിലെ ജീവനക്കാരെയും പിരിച്ചുവിടൽ ബാധിക്കുമെന്നാണ് വിവരം. ഒരു ദിവസം രാവിലെ 6-ന് ഇമെയിൽ വഴി പിരിച്ചുവിട്ട കാര്യം ജീവനക്കാരെ അറിയിച്ച ഒറാക്കിളിന്റെ നടപടിയും വിവാദമായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒന്നാണ് ഒറാക്കിൾ. കോടീശ്വരനായ ലാരി എലിസൺ ആണ് ചെയർമാൻ. US ആസ്ഥാനമായുള്ള IT കമ്പനി ഒരു മാസത്തിനുള്ളിൽ മറ്റൊരു പിരിച്ചുവിടൽ കൂടി നടത്താൻ പദ്ധതിയിടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ 12,000 ജീവനക്കാരെയെങ്കിലും പിരിച്ചുവിടൽ ബാധിക്കുമെന്ന് തന്നെയാണ് വിവരം. ഒറാക്കിൾ 30,000 ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടതിന്റെ ഞെട്ടലിലാണ് ഇന്ന് ടെക് ലോകം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കടുത്ത നടപടിയിലേക്ക് കമ്പനി നീങ്ങിയതെന്നാണ് എല്ലാവരുടെയും ചോദ്യം. AI മേഖലയിലുള്ള ചുവടുമാറ്റവും വർദ്ധിച്ചുവരുന്ന കടബാധ്യതയുമാണ് കമ്പനിയെ ഈ കടുത്ത തീരുമാനത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ നടന്ന ഈ പിരിച്ചുവിടൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതെന്നും കണക്കുകൾ പറയുന്നു. ഇതിനോടകം ലോകമെമ്പാടുമുള്ള 30,000-ഓളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടതെന്ന് പറയുന്നത്. കമ്പനിയുടെ പിരിച്ചുവിടൽ നീക്കം ഇന്ത്യയിലെ ജീവനക്കാരെയാണ് സുപ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് കൂടുതലായും ജോലി നഷ്ടപ്പെട്ടുവെന്നാണ് പറയുന്നത്. മെക്സിക്കോയിലും സമാനമായ രീതിയിൽ വലിയ തോതിൽ തൊഴിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത്. AI മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനായി ഒറാക്കിൾ നടത്തുന്ന വമ്പൻ നിക്ഷേപങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്കുള്ള മറ്റൊരു കാരണം. ഓപ്പൺ AI പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഡാറ്റാ സെന്ററുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി 5 വർഷത്തേക്ക് $156 ബില്യൺ കരാറിലാണ് കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനായി ഏകദേശം 30 ലക്ഷം പ്രത്യേക ചിപ്പുകൾ വാങ്ങേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ചെലവ് $6.9 ബില്യൺ നിന്ന് $50 ബില്യൺ ഉയർന്നത് കമ്പനിയുടെ സാമ്പത്തിക സന്തുലാവസ്ഥയെ സാരമായി ബാധിച്ചു. $108 ബില്യൺ വരുന്ന കടബാധ്യതയും ഒറാക്കിളിനുണ്ടെന്നാണ് പറയുന്നത്. പിരിച്ചുവിടലിലൂടെ $8 മുതൽ $10 ബില്യൺ വരെ ലാഭിക്കാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.
കൂടാതെ കടപ്പത്രങ്ങളുടെ മൂല്യമിടിഞ്ഞതും ബാങ്കുകൾ കൂടുതൽ വായ്പകൾ നൽകാൻ മടിക്കുന്നതും ഒറാക്കിൾ കമ്പനിക്ക് കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാക്കി. കൂടാതെ AI കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ജീവനക്കാരുടെ എണ്ണം കമ്പനി കുറയ്ക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കമ്പനി അധികൃതർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും 20 വർഷമായി ജോലി ചെയ്യുന്നവരും പുറത്താക്കിയവരിൽ പെടുമെന്നാണ് പറയുന്നത്. 4 വർഷമായി ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ പോയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ പിരിച്ചുവിടലിന് പിന്നാലെ വൈകാതെ തന്നെ വീണ്ടും അടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. അമേരിക്കൻ ടെക് ഭീമനായ ഒറാക്കിളിന്റെ ദുബായിലെ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തിയെന്ന അവകാശവാദവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA വഴിയാണ് ഈ IRGC നേവി കമാൻഡ് വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ദുബായ് സർക്കാർ ഇത് വെറും വ്യാജ വാർത്ത മാത്രമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ US ഇറാൻ സംഘർഷം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. അമേരിക്കൻ ടെക് ഭീമനായ ഒറാക്കിളിന്റെ ദുബായിലെ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇത് നടത്തിയെന്ന അവകാശവാദവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സാണ് രംഗത്തെത്തിയത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA വഴിയാണ് IRGC നേവി കമാൻഡ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത്. എന്നാൽ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ദുബായ് സർക്കാർ ഇത് വെറും വ്യാജ വാർത്ത മാത്രമാണെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതും. മേഖലയിൽ US ഇറാൻ സംഘർഷം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഏപ്രിൽ 1 ടെഹ്റാനിൽ നടന്ന US ഇസ്രയേൽ ആക്രമണത്തിൽ മുൻ ഇറാൻ വിദേശകാര്യമന്ത്രി കമൽ ഖരാസിയുടെ ഭാര്യ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടിയായിക്കൊണ്ടാണ് ദുബായിലെ ഒറാക്കിൾ ഡാറ്റാ സെന്റർ ലക്ഷ്യമിട്ടതെന്നാണ് ഇറാന്റെ അവകാശവാദം. US സാങ്കേതിക കമ്പനികൾ ചാരപ്രവൃത്തിക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും സഹായം നൽകുന്നുവെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. IRGC നേരത്തെ തന്നെ പുറത്തുവിട്ട 18 പ്രമുഖ US കമ്പനികളുടെ പട്ടികയിൽ ഒറാക്കിളും ഉൾപ്പെട്ടിരുന്നു. ഇതിൽ UAE സർക്കാരിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇറാൻ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നാലെ വാർത്ത നിഷേധിച്ചുകൊണ്ടാണ് UAE രംഗത്തെത്തിയത്. ഒറാക്കിൾ സെന്ററിന് നേരെ ആക്രമണം നടന്നുവെന്ന് അടിസ്ഥാനരഹിതമാണെന്നും എന്നാൽ ഈ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്നുമാണ് അധികൃതർ അറിയിച്ചത്. ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം വിശ്വസിക്കണമെന്നും പരിഭ്രാന്തി പടർത്തുന്ന തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്നുമാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയത്. നിലവിൽ ദുബായിലെ വിവര സാങ്കേതിക സംവിധാനങ്ങളെ സുരക്ഷിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഭീഷണിയിലുള്ള മറ്റ് കമ്പനികൾ നോക്കിയാൽ തങ്ങളുടെ നേതാക്കളെ വധിക്കാൻ സാങ്കേതിക സഹായം നൽകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, മെറ്റ, എൻവിഡിയ തുടങ്ങിയ കമ്പനികളെ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുമുണ്ട്. ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെന്ററിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വന്നിരുന്നു. ഈ സ്ഥാപനങ്ങളെ ജീവനക്കാരോട് ഉടൻ ജോലിസ്ഥലം വിട്ടുപോകണമെന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും IRGC ഭീഷണി മുഴക്കിയിരുന്നു. നിലവിൽ മേഖലയിൽ 3000-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നതായ വിവരങ്ങളും പുറത്തുവരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും സൈബർ ഭൗതിക ആക്രമണങ്ങളിലൂടെ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാന്റെ നീക്കവും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിൽ ബഹ്റൈനിലെ ആമസോൺ വെബ് സർവീസസ് കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ പറയുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്നാണ് ഇറാന്റെ പ്രസ്താവന. ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേന്ദ്രം US രഹസ്യാന്വേഷണ ഏജൻസികൾക്കും സൈന്യത്തിനും വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നുവെന്നാണ് ഇറാന്റെ ആരോപണം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിൽ ബഹ്റൈനിലെ ആമസോൺ വെബ് സർവീസസ് കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ പറഞ്ഞിരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്നാണ് ഇറാൻ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ബഹ്റൈന്റെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായതെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ കേന്ദ്രം US രഹസ്യാന്വേഷണ ഏജൻസികൾക്കും സൈന്യത്തിനും വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നുവെന്നാണ് ഇറാന്റെ ആരോപണം. ഡ്രോണുകളോ മിസൈലുകളോ ഉപയോഗിച്ചാണോ അതോ സൈബർ ആക്രമണമാണോ നടന്നതെന്ന കാര്യത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണം
ഇതുവരെയും ലഭിച്ചിട്ടില്ല. എങ്കിലും കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നുമുണ്ട്. ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളോട് ബഹ്റിൻ ഭരണകൂടമോ ആമസോൺ അധികൃതരോ ഇതുവരേക്കും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. എങ്കിലും മേഖലയിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 34 ദിവസമായി തുടർന്ന US ഇറാൻ സംഘർഷം ഇപ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിൻ്റെ സൂചനയായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ബിസിനസ് സ്ഥാപനങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ US സമ്പദ് വ്യവസ്ഥയിലെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ലോകത്തെ പ്രധാന ക്ലൗഡ് സേവനദാതാക്കളായ ആമസോണിന് നേരെയുള്ള ഇത്തരം നീക്കങ്ങൾ ആഗോളതലത്തിൽ ഇന്റർനെറ്റ് ഡാറ്റാ സേവനങ്ങളെ ബാധിച്ചേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു പുതിയ ആക്രമണ വാർത്തയും പുറത്തു വന്നിരുന്നത്. വരും ദിവസങ്ങളിൽ മേഖലയിൽ സംഘർഷം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയുമുണ്ട്. തങ്ങൾ ലക്ഷ്യമിടുന്ന 18 സ്ഥാപനങ്ങളുടെ പട്ടികയും ഇറാൻ പങ്കുവച്ചിരുന്നല്ലോ. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഡെൽ ടെക്നോളജീസ്, മൈക്രോസോഫ്റ്റ്, HP, സിസ്കോ, ഇന്റൽ, ഒറാക്കിൾ, ആപ്പിൾ, മെറ്റ പ്ലാറ്റ്ഫോം അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എല്ലാം അടങ്ങുന്നത്. IBM, JP Morgan Chase, ടെസ്ല, ജനറൽ ഇലക്ട്രിക്, ബോയിങ് എന്നിവയാണ് IRGCയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള മറ്റ് അമേരിക്കൻ കമ്പനികൾ. അതിനിടെ US ആക്രമണത്തിൽ ടെഹ്റാനിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നതായും ഇറാൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിലിരുന്ന കരാജിലെ V1 പാലമായിരുന്നു തകർത്തത്. പശ്ചിമേഷ്യയിൽ ഏറ്റവും ഉയരമുള്ള പാലമായിരുന്നു അതും തകർക്കപ്പെട്ടു. ഇറാനെ ആക്രമിക്കാൻ AI ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ചിന്തയുടെ വേഗതയേക്കാൾ വേഗത്തിൽ ബോംബിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതും മനുഷ്യ തീരുമാനമെടുക്കുന്നവരെ മാറ്റി നിർത്തുമെന്ന ഭയത്തിനിടയിലും. ആന്ത്രോപിക്കിന്റെ AI മോഡലായ ക്ലൗഡ് US സൈന്യം ആക്രമണങ്ങളുടെ ബാരേജിൽ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 2025 തങ്ങളുടെ മിസൈൽ ലക്ഷ്യ സംവിധാനങ്ങളിൽ AI ഉപയോഗിക്കുമെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും യുദ്ധപോരാട്ട തന്ത്രങ്ങളിൽ ഏതൊക്കെ AI സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. അന്താരാഷ്ട്ര വിരോധങ്ങൾ മൂലം തടസ്സപ്പെട്ട അവരുടെ സ്വന്തം AI പ്രോഗ്രാം US-ലെയും ചൈനയിലെയും AI സൂപ്പർ പവറുകളിൽ നിന്ന് വ്യത്യസ്തമായി നിസ്സാരമാണെന്നാണ് കരുതപ്പെടുന്നത്. ഗാസയിലെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ മുമ്പ് AI ഉപയോഗിച്ചിരുന്ന USഉം ഇസ്രയേലും ആദ്യ 12 മണിക്കൂറിനുള്ളിൽ മാത്രം ഇറാനിയൻ ലക്ഷ്യങ്ങളിൽ ഏകദേശം 900 ആക്രമണങ്ങളാണ് നടത്തിയിരുന്നത്. ഇക്കാലയളവിൽ ഇസ്രയേൽ മിസൈലുകൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇറാനെ ആക്രമിക്കാൻ AI ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ചിന്തയുടെ വേഗതയേക്കാൾ വേഗത്തിൽ തന്നെ ബോംബിങ്ങിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മനുഷ്യ തീരുമാനമെടുക്കുന്നവരെ മാറ്റി നിർത്തുമെന്ന ഭയത്തിനിടയിലും. ആന്ത്രോപിക്കിന്റെ AI മോഡലായ ക്ലൗഡ് US സൈന്യം ആക്രമണങ്ങളുടെ ബാരേജിൽ ഉപയോഗിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സങ്കീർണമായ സ്ട്രൈക്കുകൾക്ക് ആവശ്യമായ ആസൂത്രണ സമയം AI കുറയ്ക്കുകയാണെന്ന് ഈ മേഖലയെക്കുറിച്ച് പഠിക്കുന്ന അക്കാദമിക് വിദഗ്ധർ പറയുന്നുണ്ട്. ഡിസിഷൻ കംപ്രഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസം ഇത് മനുഷ്യ സൈനിക നിയമവിദഗ്ധർ ഓട്ടോമേറ്റഡ് സ്ട്രൈക്ക് പദ്ധതികൾക്ക് റബ്ബർ സ്റ്റാമ്പ് നൽകുന്നതിന് കാരണമാകുമെന്നാണ് ചിലർ ഭയപ്പെടുന്നത്. 2024 സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള ആന്ത്രോപിക് യുദ്ധാസൂത്രണം വേഗത്തിലാക്കുന്നതിനായി US യുദ്ധവകുപ്പിലും മറ്റ് ദേശീയ സുരക്ഷാ ഏജൻസികളിലും തങ്ങളുടെ മാതൃക വിന്യസിച്ചിരുന്നു. ഇന്റലിജൻസ് വിശകലനം നാടകീയമായി മെച്ചപ്പെടുത്തുന്നതിനും ഉദ്യോഗസ്ഥരെ അവരുടെ തീരുമാനമെടുക്കുന്നതിലും പ്രാപ്തമാക്കുന്നതിനുമായി യുദ്ധസാങ്കേതിക കമ്പനിയായ പാലന്തി പെന്റഗണുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു ക്ലൗഡ് മാറിയത്. 2025 തങ്ങളുടെ മിസൈൽ ലക്ഷ്യ സംവിധാനങ്ങളിൽ AI ഉപയോഗിക്കുമെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും യുദ്ധപോരാട്ട തന്ത്രങ്ങളിൽ ഏതൊക്കെ AI സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മൂലം തടസ്സപ്പെട്ട അവരുടെ സ്വന്തം AI പ്രോഗ്രാം US-ലെയും ചൈനയിലെയും AI സൂപ്പർ പവറുകളിൽ നിന്ന് വ്യത്യസ്തമായി അത്ര നിസ്സാരമാണെന്ന് തോന്നും. ഇറാൻ ആക്രമണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും സ്വയംഭരണ ആയുധങ്ങൾക്കോ US പൗരന്മാരുടെ നിരീക്ഷണത്തിനോ വേണ്ടി ആന്ത്രോപിക് AI ഉപയോഗിക്കാൻ അനുവദിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ആന്ത്രോപിക്കിനെ അതിൻ്റെ സിസ്റ്റങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്ന് US ഭരണകൂടം പറഞ്ഞിരുന്നു. എന്നാൽ അത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതുവരെ അത് ഉപയോഗത്തിലുണ്ടാകും. ആന്ത്രോപിക്കിന്റെ എതിരാളിയായ OpenAI അതിൻ്റെ മോഡലുകളെ സൈനിക ഉപയോഗത്തിനായി പെന്റഗണുമായി പെട്ടെന്ന് തന്നെ സ്വന്തം കരാർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്.
ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിട്ടതോടെ ആയുധ ശേഖരത്തിലെ കുറവ് യുഎസിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക ടൊമോഹോക്ക് മിസൈലുകളുടെ ശേഖരം വേഗത്തിൽ കുറയുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ മാത്രം അമേരിക്ക 850-ലധികം ടൊമോഹോക്ക് മിസൈലുകളാണ് വിക്ഷേപിച്ചു കഴിഞ്ഞത്. ഇത് മുൻകാല സംഘർഷങ്ങളിൽ ഉപയോഗിച്ചതിനേക്കാൾ വളരെ ഉയർന്ന കണക്കാണെന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ഇന്റർനാഷണൽ സ്റ്റഡീസ് വിലയിരുത്തുന്നത്. അമേരിക്കയുടെ പക്കൽ നിലവിൽ ഏകദേശം 3000 ടൊമോഹോക്ക് മിസൈലുകൾ കൂടി ബാക്കിയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇത് വളരെ വേഗം തീരുമെന്നാണ് ആശങ്ക. 1300 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഈ മിസൈലുകൾക്ക് കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനും ശേഷിയുണ്ട്. ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിട്ടതോടെ ആയുധ ശേഖരത്തിലെ കുറവ് യുഎസിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക ടൊമാഹോക്ക് മിസൈലുകളുടെ ശേഖരം വേഗത്തിൽ കുറയുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ മാത്രം അമേരിക്ക 850-ലധികം ടൊമാഹോക്ക് മിസൈലുകളാണ് വിക്ഷേപിച്ചത്. ഇത് മുൻകാല സംഘർഷങ്ങളിൽ ഉപയോഗിച്ചതിനേക്കാൾ വളരെ ഉയർന്ന കണക്കാണെന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ഇന്റർനാഷണൽ സ്റ്റഡീസ് അഥവാ CSIS വിലയിരുത്തപ്പെടുന്നതും. അമേരിക്കയുടെ പക്കൽ നിലവിൽ ഏകദേശം 3000 ടൊമാഹോക്ക് മിസൈലുകൾ കൂടി ബാക്കിയുണ്ടെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. യുദ്ധം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇത് വളരെ വേഗം തന്നെ തീരുമെന്നാണ് ആശങ്ക. 1300 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഈ മിസൈലുകൾക്ക് കൃത്യതയോടെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനുള്ള ശേഷിയുമുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിൽ മിസൈലുകൾ വൻതോതിൽ ഉപയോഗിക്കുന്നത് പസഫിക് മേഖലയിൽ പ്രത്യേകിച്ചും ചൈനയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ പ്രതിരോധ നീക്കങ്ങളെ ബാധിക്കുമെന്ന് തന്നെയാണ് പെന്റഗണും ഭയപ്പെടുന്നത്. തായ്വാനെതിരെയുള്ള ചൈനീസ് നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഈ മിസൈലുകൾ അത്യന്താപേക്ഷിതമാണെന്ന് ആയുധരംഗത്ത് വിദഗ്ധനായ മാർക്ക് കാൻസിയനും പറയുന്നുണ്ട്. ഒരു ടൊമോഹോക്ക് മിസൈലിന് ഏകദേശം $3.5 മില്യൺ, അതായത് ഏകദേശം 29 കോടി രൂപ ചിലവ് വരും. യുദ്ധമേഖലയിൽ ആധിപത്യം ഉറപ്പിച്ച സാഹചര്യത്തിൽ ചിലവ് കുറഞ്ഞ JDAM പോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ US ശ്രമിക്കുന്നുമുണ്ട്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന പാട്രിയറ്റ് മിസൈലുകളുടെ ശേഖരത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ആകെയുള്ള 4000 മിസൈലുകളിൽ ഏകദേശം 1000 എണ്ണം ഇതിനകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. തീർന്നുപോയ മിസൈൽ ശേഖരം പഴയതുപോലെയാക്കാൻ 2-3 വർഷമെങ്കിലും എടുത്തേക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ ഉൽപാദനം വേഗത്തിലാക്കാൻ ഗവൺമെന്റ് പ്രതിരോധ കരാറുകാരുമായി ചർച്ചകളും നടത്തിവരികയാണ്. എന്നാൽ നിലവിലെ പ്രതിസന്ധി നേരത്തെ ഒപ്പിട്ട മറ്റ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ സുരക്ഷാ കരാറുകളെയും പ്രതിരോധ സജ്ജീകരണങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.